بسم الله الرحمن الرحيم. ഷെയ്ഖുന മുഹമ്മദ് സഅദി വളാഞ്ചേരി ഉസ്താദ് നേതൃത്വം നൽകുന്ന ഇർഷാദു ത്വലബ ദർസ് 20 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 20ാം വാർഷികത്തോടനുബന്ധിച്ച് തങ്കയത്തിന്റെ ഇസ്ലാമികവും വൈജ്ഞാനികവുമായ മുന്നേറ്റത്തെക്കുറിച്ച് ഇർഷാദു ത്വലബ ദർസ് വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന ഡോക്യുമെന്ററി. കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്ര ഭൂപടത്തിൽ വിജ്ഞാനം കൊണ്ടും ആത്മീയ ചൈതന്യം കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട ഒരു പാവന ഭൂമിയാണ് തങ്കയം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇവിടുത്തെ ദർസ് സംവിധാനങ്ങൾ വെറുമൊരു പാഠശാല മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ സാംസ്കാരികവും മതപരവുമായ നട്ടെല്ലാണ്. വിശുദ്ധ ദീനിന്റെ വെളിച്ചം ഈ മണ്ണിലേക്ക് കടന്നുവന്ന കാലം മുതൽ പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായ നിരവധി ഉലമാക്കൾക്ക് തങ്കയം അഭയമേകി. മലബാറിന്റെ വൈജ്ഞാനിക വിപ്ലവത്തിന് കരുത്തു പകർന്ന ദർസ് പാരമ്പര്യം തങ്കയത്തിന്റെ ഓരോ മണൽത്തരിയിലും ഇന്നും സ്പന്ദിക്കുന്നുണ്ട്. വൈജ്ഞാനിക വിരുന്നൊരുക്കി വിരുന്നുകാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ സ്വീകരിച്ച ഈ നാട് കേരളീയ മുസ്ലിം ഉമ്മത്തിന് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഈ വൈജ്ഞാനിക വിപ്ലവത്തിന് കരുത്തുറ്റ നേതൃത്വവും ദിശാബോധവും നൽകുന്നത് തങ്കയത്തിന്റെ അഭിമാനമായ ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയാണ്. ഉത്തര മലബാറിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ തങ്കയം എന്ന ഗ്രാമത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. വിജ്ഞാനദാഹികളായ ഒരു ജനതയും ആത്മീയ വെളിച്ചം പകർന്ന പണ്ഡിത ശ്രേഷ്ഠരും തങ്കയത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക ചൈതന്യത്തിന്റെ വിത്തുകൾ പാകി. തൃക്കരിപ്പൂർ എന്ന പുണ്യഭൂമിയുടെ ഭാഗമായ തങ്കയം കാലങ്ങളായി വൈജ്ഞാനിക മുന്നേറ്റങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഒരു കാലത്ത് ഓത്തുപള്ളികളിലൂടെയും പള്ളി ദർസുകളിലൂടെയും പകർന്നു നൽകിയ ഇസ്ലാമിക വിജ്ഞാനം ഈ നാടിന്റെ സംസ്കാരത്തെയും സ്വഭാവശുദ്ധിയെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. തങ്കയത്തിന്റെ ഓരോ സ്പന്ദനത്തിലും ഇസ്ലാമിക തനിമ തുടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇന്ന് തങ്കയം എന്നാൽ കേവലം ഒരു പ്രദേശം മാത്രമല്ല, അത് വിജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും അടയാളമാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ജാതിമത ഭേദമന്യേ സ്നേഹവും അറിവും പകരുന്ന കേന്ദ്രമായി ഈ ദർസ് മാറി. തങ്കയത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത്. തങ്കയത്തിന്റെ വൈജ്ഞാനിക ചരിത്രം പണ്ഡിത ശ്രേഷ്ഠരുടെ ത്യാഗനിർഭരമായ സേവനങ്ങളാൽ ധന്യമാണ്. ഈ ദർസിന്റെ പാരമ്പര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത 2-3 പേരുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് പുറപ്പാട് അബ്ദുള്ള ഉസ്താദ്, അതുപോലെ തന്നെ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഇങ്ങനെയുള്ള പ്രഗത്ഭരായ അല്ലെങ്കിൽ നക്ഷത്രതുല്യരായ പണ്ഡിതന്മാർ വാർത്തെടുത്ത ദർസാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം ഇപ്പോൾ ഏകദേശം 45ഓളം കുട്ടികൾ ഈ ദർസിൽ പഠിക്കുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ഒരുപക്ഷെ ദീനീ ചൈതന്യം ഇവിടെ നിലനിൽക്കാൻ കാരണം തന്നെ ഒരുപക്ഷെ ഈ ദർസും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ പള്ളിക്കകത്തിരുന്ന് കിതാബുകൾ ഓതിക്കൊടുത്ത മുദരിസുമാർ ഈ നാടിൻ്റെ ആത്മീയ അടിത്തറ പാകിയവരാണ്. അവരിൽ പ്രമുഖരാണ് കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ, പൊറോപ്പാട് അബ്ദുള്ള മുസ്ലിയാർ. ഈ പണ്ഡിത പരമ്പരയുടെ തുടർച്ചയാണ് കഴിഞ്ഞ 2 വർഷമായി ഷെയ്ഖുന മുഹമ്മദ് സഅദി വളാഞ്ചേരി ഉസ്താദ് ഇർഷാദു ത്വലബയിലൂടെ ഈ ദൗത്യം ഏറ്റെടുത്തത്. മുൻഗാമികൾ തെളിച്ച ദീപം ഇന്ന് കൂടുതൽ പ്രഭയോടെ തങ്കയത്ത് ജ്വലിച്ചു നിൽക്കുന്നു. പുരാതനമായ ദർസ് സംവിധാനത്തെ ആധുനികമായ രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് നടത്തുന്ന ഈ മുന്നേറ്റം തൃക്കരിപ്പൂരിൻ്റെ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമാണ്.
തൃക്കരിപ്പൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിൽ തങ്കയം എന്ന പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ അറിവ് പഴയ കാലത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ബഹുമാന്യനായ MTP കരീമാജി, മുഖറിദ്ദിൽ ചാവും, അതുപോലെ അബ്ദുറഹ്മാൻ TTR സാഹിബൊക്കെ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ. പഴയകാലത്ത് ആദ്യത്തെ ദർസ് ഏറ്റവും പ്രൗഢമായി നടന്നിരുന്ന അബ്ദുള്ള ഉസ്താദിന്റെ കാലത്താണ്. പുറപ്പാട് അബ്ദുള്ള ഉസ്താദിന്റെ വലിയൊരു ദർസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ആ മസ്ജിദിന്റെ അടിത്തറയുടെ സിമെന്റ് കടത്തിയതും കല്ല് കടത്തിയതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്നൊക്കെ പഴയ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രൗഢഗംഭീരമായ ഒരു ആത്മീയ സദസ്സ് എന്ന നിലയിൽ തന്നെയുള്ള ദർസുകൾ അവിടെ നടന്നിട്ടുണ്ട്. ജനങ്ങളുടെ അറിവ്, ആരോഗ്യം, ആത്മീയത, വിദ്യാഭ്യാസം എന്നിവയെ പരിപോഷിപ്പിക്കുന്ന 6 പ്രധാന തൂണുകളാണ് മുനവ്വിറുൽ ഇസ്ലാം മദ്രസ, മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനാശാല, തങ്കയം ജുമാ മസ്ജിദ്, ALPS തങ്കയം, തങ്കയം ലീഗ് ഓഫീസ്, താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. തങ്കയം ദർസിന്റെ ചരിത്രം പണ്ഡിതന്മാരുടേത് മാത്രമല്ല, അവരെ നിഴൽ പോലെ പിന്തുടർന്ന സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു പറ്റം സാധാരണക്കാരുടേതു കൂടിയാണ്. ആ പേരുകളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട യൂസുഫ് ചാ. വാക്കുകൾ കൊണ്ട് അദ്ദേഹം ആരോടും അധികം സംസാരിച്ചില്ല. ഒരുപക്ഷെ ഹൃദയം കൊണ്ട് സംസാരിക്കാനായിരിക്കും യൂസുഫ് ചാ ഇഷ്ടപ്പെട്ടത്. ദർസിലെ ഉസ്താദുമാരെയും മുത്തഅല്ലിമീങ്ങളെയും സേവിക്കുന്നതിൽ അദ്ദേഹം കണ്ടെത്തിയ ആനന്ദം വിവരണാതീതമാണ്. പണ്ഡിതന്മാരോടുള്ള ആദരവ് ആ വലിയ മനുഷ്യന്റെ ഉള്ളിൽ അത്രമേൽ ആയത്തിൽ പതിഞ്ഞുപോയിരുന്നു. യൂസുഫ് ചയുടെ വിയോഗം തങ്കയത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.